അയാൾ വെൽക്കം ടു ഫസേറ ഫാഷൻ. ഫസേറ ഫാഷന്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസംബർ 15 നമ്മളുടെ പുതിയ നോട്ടിഫിക്കേഷൻ വരികയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ 2 മാസങ്ങൾക്ക് മുന്നേ ഒരു ലൈവ് കണ്ടക്ട് ചെയ്തിട്ട് സ്റ്റുഡൻസിനോടൊക്കെ പറഞ്ഞിരുന്നു, ഇനി നമുക്ക് ലാസ്റ്റ് ഈ ഒരു മന്ത്, ഈ ഒരു വർഷത്തിന്റെ അവസാനത്തിലോ അല്ലെങ്കിൽ അടുത്ത വർഷത്തിന്റെ മാർച്ചിന് മുന്നോടിയായിട്ട് കുറച്ച് എക്സാംസ് നമുക്ക് വരാനുണ്ട് എന്നുള്ളത്. അപ്പോൾ സോ അത് അതേപോലെ തന്നെ കറക്റ്റ് ആയിട്ട് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഈ മാർച്ചിൽ എക്സ്പയർ ആകാൻ പോകുന്ന ലിസ്റ്റിന്റെ കൂടി നോട്ടിഫിക്കേഷൻ, ലിസ്റ്റ് കഴിഞ്ഞിട്ടില്ല, അതിന് മുന്നേ തന്നെ ആയിട്ട് പുതിയ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും എത്തിയിട്ടുണ്ട്. സോ സ്വിങ് റിലേറ്റഡ് ആയിട്ട് ഫാഷൻ ഡിസൈനിങ് പഠിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഏതെല്ലാം എക്സാമുകൾ എഴുതാൻ പറ്റുമെന്നും ഇനി പുതുതായിട്ട് വന്ന നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഓരോരോ നോട്ടിഫിക്കേഷൻ ആയിട്ട് നോക്കാം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ വന്ന് കിടക്കുന്നത് എന്നുള്ളത് നോക്കാം. 2 നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഒരെണ്ണം സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിലോട്ടുള്ള ഇൻസ്ട്രക്ടർ എന്നുള്ള പോസ്റ്റാണ്. ഇത് രണ്ടും തന്നെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായില്ലേ, സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിലോട്ടുള്ള ഇൻസ്ട്രക്ടർ എന്ന പോസ്റ്റ്. സോ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 14 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ജനുവരി 14 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അപ്ലൈ ചെയ്യാനുള്ളത്. കാറ്റഗറി നമ്പർ വരുന്നത് 554/2025 ആണ്. അപ്പൊ ഇന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ ഇത് ആക്റ്റീവ് ആയിട്ടുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് ക്വിക്ക് അപ്ലൈയിലോടുത്ത് കാറ്റഗറി നമ്പർ അടിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് നോട്ടിഫിക്കേഷൻ പോയിട്ടാണെങ്കിൽ അപ്ലൈ ചെയ്യാം. സോ ഈ ഒരു പോസ്റ്റ് കിടക്കുന്നുണ്ടാകുക സ്റ്റേറ്റ് വൈഡ് പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മൾ കാണുന്ന സ്റ്റേറ്റ് വൈഡ് സെക്ഷനിലായിരിക്കും ഈ ഒരു പോസ്റ്റ് കിടക്കുന്നുണ്ടായിരിക്കുക. സോ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് സോഷ്യൽ ജസ്റ്റിസ് ആണ്. പോസ്റ്റ് വരുന്നത് ഇൻസ്ട്രക്ടർ ആണ്, ടൈലറിംഗ് ആൻഡ് എംബ്രോയിഡറി ഇൻസ്ട്രക്ടർ ആണ്. സ്കെയിൽ ഓഫ് വരുന്നത് 26,500 മുതൽ 60,700 ആണ്. വേക്കൻസീസ് ഒരു വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിലോട്ടുള്ള ഇൻസ്ട്രക്ടർ എന്നുള്ള പോസ്റ്റിലോട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ്. സ്റ്റേറ്റ് വൈഡ് ആണ്. അപ്പോൾ ഓൾ കേരള ആയിരിക്കും നമുക്ക് ജോലിന്റെ സാധ്യത ഉണ്ടായിരിക്കുക. പിന്നെ വേക്കൻസീസ് ഇവിടെ ഒന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ കുറച്ച് 1-2 കൂടി കൂടാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ വലിയൊരു വേക്കൻസി ഒന്നും നിങ്ങൾ ഈ ഒരു പോസ്റ്റിൽ കൂടുതലായിട്ട് പ്രതീക്ഷിക്കരുത്. കാരണം ഈ ഒരു പോസ്റ്റിന്റെ സിസ്റ്റം അങ്ങനെ ആയതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ എക്സാം എഴുതുന്ന കൂടെ തന്നെ ഇതിന്റെ കാര്യങ്ങൾ ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ദെൻ ഇതിന്റെ നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ഏജ് ലിമിറ്റ് ആണ്. ഇത് 18 മുതൽ 36 വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത്. ഇനി കറക്റ്റ് 18 അല്ലെങ്കിൽ കറക്റ്റ് 36 നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെ, ഇത് നിങ്ങൾ നോക്കണം. ഇതിന്റെ അകത്താണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് എങ്കിൽ ആ ആളുകൾക്കായിരിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതായത് കറക്റ്റ് നമ്മൾ ഈ 18 നോക്കണ്ട, 36 നോക്കിയാൽ മതി. അതായത് 1989 ജനുവരി 2 നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്. ഈ ഡേറ്റ് ഇൻക്ലൂഡിംഗ് ആണ്, അതടക്കമാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ നോർമലി നമ്മൾ PSC കൊടുക്കുന്ന ഒരു റിലാക്സേഷൻ ഉണ്ടായിരിക്കുമല്ലോ. OBC-കാർക്ക് 3 വർഷം, SC/ST-കാർക്ക് 5 വർഷം. ഈ ഒരു റിലാക്സേഷൻ ഇതിനും അപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഒരു OBC-കാരനാണെങ്കിൽ 36 പകരം 39 വരെയുള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആണ്. 2 ക്വാളിഫിക്കേഷൻ ആണ് മെയിൻ ആയിട്ട് വേണ്ടത്. ഒന്ന് SSLC ആണ്, SLC ബേസിക് ക്വാളിഫിക്കേഷൻ ആണ്, SLC അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള യോഗ്യത. അത് അടുത്തത് വരുന്നത് KGTE ലോവർ അല്ലെങ്കിൽ MGTE ലോവർ ഇൻ ടൈലറിംഗ് ആൻഡ് എംബ്രോയിഡറി ഓർ ഇറ്റ്സ് ഇക്വലന്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് പല ആളുകൾക്കും സംശയം ഉണ്ടായിരിക്കും. നമ്മൾ ആദ്യമായിട്ട് എക്സാം എഴുതുന്നവർക്കൊക്കെ സംശയം ഉണ്ടായിരിക്കും. കുറെ എക്സാം എഴുതിയ ആളുകൾക്ക് ശരിക്കും എന്താണ് KGTE എന്നുള്ള മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന കാര്യം എന്ന് പറയുന്നത് FDGT കഴിഞ്ഞ ആളുകൾക്ക് പറ്റുമോ എന്നുള്ള രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ വരിക. സോ KGTയുടെ പുതിയ പേര് തന്നെയാണ് KGT FDGT എന്നുള്ള പേരിലോട്ട് മാറ്റിയിട്ടുള്ളത്. സോ FDGT കഴിഞ്ഞ ആളുകൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. അടുത്ത് നമുക്ക് വരാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേട്ടറ്റ് ക്വാളിഫൈഡ് അല്ല പറ്റുമോ എന്നുള്ളതായിരിക്കും ചോദ്യം. സോ ഇതിന് കേട്ടറ്റ് ക്വാളിഫിക്കേഷൻ വേണ്ട. ഒരു സ്കൂളുകളിൽ ടീച്ചറായി കയറാൻ വേണ്ടി മാത്രമാണ് കേട്ടറ്റിന്റെ ക്വാളിഫിക്കേഷൻ ഉള്ളത്. ഇപ്പൊ ഇതിൽ നമുക്ക് എന്ത് ചെയ്യില്ല, കേട്ടറ്റ് സ്കൂളിൽ ടീച്ചറായിട്ടല്ല, ഒരു ഇൻസ്ട്രക്ടർ പോസ്റ്റ് ആയതുകൊണ്ട് ഇവിടെ കേട്ടറ്റിന്റെ ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല. നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം. കാരണം ഞാൻ അടുത്ത നോട്ടിഫിക്കേഷൻ പറയുന്ന സമയത്ത്, കേട്ടറ്റ് പറയുന്ന സമയത്ത് അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം പല ആളുകളും കുറച്ച് കണ്ടതിന് ശേഷം വീണ്ടും നമ്മളോട് ഡൗട്ട് ചോദിക്കും, നിങ്ങൾ അതിൽ കേട്ടറ്റ് പറ്റൂല എന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ പറ്റുമെന്ന് പറഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ ഡൗട്ട് ചോദിക്കാറുണ്ട്. സോ അതുകൊണ്ട് പറയുന്നത്. സോ ഇൻസ്ട്രക്ടർ പോസ്റ്റ് ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് കേട്ടറ്റ് ഇല്ലാത്തവർക്കും ഇത് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. സോ ഇതാണ് ബേസിക് ആയിട്ട് ഇതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഉണ്ട്, അത് മറക്കരുത്. ആ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് വെച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം.
അത് ജനുവരി 14 തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. ഇതാണ് ഒന്നാമത്തെ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ക്ലാസ്സസ് കാര്യങ്ങൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കോഴ്സിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആപ്പിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളുടെ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി. ദെൻ നെക്സ്റ്റ് നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ള അടുത്തൊരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് സ്വീൻ ടീച്ചർ നോട്ടിഫിക്കേഷൻ ആണ്. ഇതായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ. എന്താണ്? സ്വീൻ ടീച്ചർ എച്ച് എസിന്റെ നോട്ടിഫിക്കേഷൻ ആണ് അടുത്തതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോ നമുക്ക് ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് നല്ല ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം, നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഈ ഒരു ആപ്ലിക്കേഷന്റെ കൂടെ തന്നെ പറയാം. ഇത് ഒരു ഡിസ്ട്രിക്ട് വൈസ് നോട്ടിഫിക്കേഷൻ ആണ് വന്നിട്ടുള്ളത്. സോ ഇതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് 561/2025 ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 14/1/2026 ജനുവരി 14 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞത്. ഒരിക്കലും നിങ്ങളൊരു ആപ്ലിക്കേഷന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ഡേറ്റിലോട്ട് വെക്കരുത്. കാരണം ആ സമയത്ത് സൈറ്റിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ നമ്മുടെ ഫോണിലോ അല്ല OTP അടിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വരാതിരിക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാതിരിക്കും. സോ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യാം. അപ്പൊ ഈ ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഇപ്പൊ ജസ്റ്റ് കേട്ടിട്ട് ക്വാളിഫൈ ചെയ്ത ആളുകളാണ് ആണെന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കേട്ടറ്റിന്റെ ക്വാളിഫിക്കേഷന് നിങ്ങളെ എലിജിബിലിറ്റി ടെസ്റ്റ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ പ്രൊഫൈലിൽ ആഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ കേട്ടറ്റിന്റെ ഈ ഒരു ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലോട്ടുള്ള സിയും ടീച്ചർ ഹൈസ്കൂൾ എന്നുള്ള പോസ്റ്റാണ്. സാലറി സ്കെയിൽ വരുന്നത് 35,600 മുതൽ 75,400 വരെയാണ് സാലറി സ്കെയിൽ. ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസി വന്നിട്ടുള്ളത്. നമുക്ക് ഇങ്ങനെ ഈ ഡിസ്ട്രിക്ട് വൈസ് വിളിക്കുന്ന സമയത്ത് ജസ്റ്റ് വേക്കൻസീസ് പറഞ്ഞിട്ടില്ല, ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇനിയുള്ള PSC എക്സാമുകളിലൊക്കെ നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചാൽ മതി, ഒരു ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് പ്രതീക്ഷിച്ചാൽ മതി. കാരണം PSC ഓരോ വർഷം ഒരു ലിസ്റ്റ് കഴിയുന്നതിന് മുന്നേ അടുത്ത ലിസ്റ്റ് വിളിക്കുക, അടുത്ത ഒരു നോട്ടിഫിക്കേഷൻ വരിക എന്നുള്ളൊരു രീതിയിലോട്ടാക്കി വെക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എത്ര വേക്കൻസീസ് അവർ കൃത്യമായിട്ട് പറയില്ല. അപ്പൊ ജസ്റ്റ് ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. സോ വേക്കൻസീസ് പൊതുവെ മറ്റുള്ള എക്സാമിനെ അപേക്ഷിച്ച് ഇനി കഴിഞ്ഞ എക്സാമിലെ പാസ്റ്റ് ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേക്കൻസീസ് കുറച്ച് കുറവായിരിക്കും എന്ന് പറയാം. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ട് ഏകദേശം ഒരു വർഷത്തിന്റെ അടുത്ത് നമുക്ക് സമയമുണ്ടായിരിക്കും. അപ്പൊ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്കോട് കൂടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. സോ തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ഇത്രയും ഡിസ്ട്രിക്റ്റിലാണ് നമുക്ക് എന്ത് വന്നിട്ടുള്ളത് ഇത്തവണ ഈ പോസ്റ്റിൽ വിളിച്ചിട്ടില്ല. സോ ഇത് നിങ്ങൾ ഈ കാറ്റഗറി വെച്ച് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് മാത്രമായിരിക്കും എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഒരു സ്ഥലത്ത് മാത്രമായിരിക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പൊ നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിലാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ താല്പര്യമുള്ള ഡിസ്ട്രിക്റ്റ് ഏതാണോ അത് നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അത് തികച്ചും നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്. കാരണം നമ്മളോട് കുറെ ആളുകൾ ചോദിക്കാറുണ്ട്, ആ ഡിസ്ട്രിക്റ്റ് അപ്ലൈ ചെയ്യണോ, ഈ ഡിസ്ട്രിക്റ്റ് അപ്ലൈ ചെയ്യണോ എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസ്ട്രിക്റ്റിലെ വേക്കൻസീസ് പ്രീവിയസ് ആയിട്ട് നടന്ന സമയത്തുള്ള വേക്കൻസീസ്, അതേപോലെ തന്നെ കട്ട് ഓഫിന്റെ റേഞ്ച്, ഇതൊക്കെ ഒന്ന് അനാലിസിസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കഴിഞ്ഞ തവണ ഈ ഓരോ എക്സാം നടന്ന ഓരോ ഡിസ്ട്രിക്റ്റിലെയും ഈ സ്വീൻ ടീച്ചർ HS നടന്ന സമയത്തുള്ള വേക്കൻസീസ് എത്രയായിരുന്നു എന്നുള്ളത്, കട്ട് ഓഫ് എത്രയായിരുന്നു, എത്ര പേര് നിയമനം നടന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ആപ്പിൽ ഓൾറെഡി സ്വീൻ ടീച്ചറിന്റെ ഒരു ബാച്ച് കാണാൻ പറ്റും. ആ ബാച്ചിൽ ഓറിയന്റേഷൻ ലൈവ് എന്നുള്ള ഒരു വീഡിയോ ആയിട്ട് അത് കിടക്കുന്നുണ്ട്. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല, നമ്മുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കയറി കണ്ടു കഴിഞ്ഞാൽ അതിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ ഡിസ്ട്രിക്റ്റിലെയും കട്ട് ഓഫും കാര്യങ്ങളും എത്രയായിരുന്നു വന്നിരുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് കാണാൻ കഴിയും. സോ ഇതാണ് നമ്മളുടെ സ്വീൻ ടീച്ചർ HS എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ എന്നുള്ളത് വെക്കുക. ഇനി ഇതിന്റെ ഏജും അതേപോലെ തന്നെ ക്വാളിഫിക്കേഷനും നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത്. ഏജ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. നോർമലി നമ്മൾ പറഞ്ഞിട്ടുള്ള OBC-കാർക്കും SC/ST-കാർക്കുള്ള റിലാക്സേഷൻ ഇതിലും അപ്ലിക്കബിൾ ആണ്. SC/ST ആണെങ്കിൽ 45 വയസ്സ് വരെ എഴുതാം, OBC ആണെങ്കിൽ 43 വയസ്സ് വരെ എഴുതാം. അപ്പൊ 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ് എന്തിനു വരുന്നത്, ഇതിന്റെ ഏജ് എന്നുള്ള ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞു വരുന്നത്. ദെൻ നെക്സ്റ്റ് അടുത്തെന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ ആണ്. ക്വാളിഫിക്കേഷൻ നമ്മൾ ഫസ്റ്റ് എപ്പോഴും പറയുന്ന പോലെ നമുക്ക് SLC അല്ലെ, ബേസിക് ആയിട്ട്. ഇതിൽ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ 3 ക്വാളിഫിക്കേഷൻ ആണ് നമുക്ക് വേണ്ടതെന്ന് പറയാം. ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC, ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉണ്ടായിരിക്കും. ദെൻ രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. എന്താ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ? നമ്മൾ പഠിച്ചുള്ള പ്രൊഫഷൻ അല്ലെ, KGT ഹയറോ MGT ഹയർ പഠിച്ച ആളുകൾക്ക്, അല്ലെങ്കിൽ ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈലറിംഗ് പഠിച്ച ആളുകൾക്ക്, അല്ലെങ്കിൽ ഗവൺമെന്റിന് കീഴിലുള്ള ഡിപ്ലോമ
പഠിച്ച ആളുകൾ കേട്ടോ. ഒരു 1 ഇയർ ഡിപ്ലോമ 6 months ഡിപ്ലോമ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈവറ്റ് പഠിച്ച ആളുകൾക്കൊന്നും പറ്റൂല. കറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് കീഴിൽ 3 ഇയർ ഡിപ്ലോമ പഠിച്ച ആളുകൾക്കാണെങ്കിൽ പറ്റും. അതേപോലെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെ, കട്ടിംഗ് ആൻഡ് ട്രെയിലറിംഗ്, നമ്മളെ NTC സർട്ടിഫിക്കറ്റ് എന്നുള്ള രീതിയിൽ പറയും. NTC NAC സർട്ടിഫിക്കറ്റ് എന്നൊക്കെയാണ് വൊക്കേഷണൽ സർട്ടിഫിക്കറ്റ്സ്. ഇതുള്ളവർക്ക് അങ്ങനെയുള്ളവർക്ക് ഒക്കെ പറ്റും. നെക്സ്റ്റ് ഇതിൽ ഹയർ ക്വാളിഫിക്കേഷൻ കൂടിയും അപ്ലിക്കബിൾ ആണ്. ഇക്വലന്റ് ആയിട്ടുള്ളത് പറ്റും. ഹയർ ക്വാളിഫിക്കേഷൻ എന്താ, നമുക്ക് BFT പറയുന്നുണ്ട്. MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും BFT ഉണ്ടെങ്കിൽ, അതായത് ഡിഗ്രി ഉള്ള ആളുകൾക്കും പറ്റും എന്ന് പറയുന്നു. അല്ലെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും FADT ഫാഷൻ അപ്പാരൽ ഡിസൈനിലെ ഫാഷനുമായി ബന്ധപ്പെട്ടുള്ള ഡിസൈൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുള്ള BSc ഉണ്ടെങ്കിൽ പറ്റും. അതോടൊപ്പം തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ്. അപ്പോൾ നമ്മൾ KGT കഴിഞ്ഞ ആളുകൾക്ക് പറ്റും. അതേപോലെ തന്നെ FDGT കഴിഞ്ഞ ആളുകൾക്ക് പറ്റും. BSc കഴിഞ്ഞ ആളുകൾക്കും ഈ ഒരു ക്വാളിഫിക്കേഷൻ പറ്റും. അതേപോലെ ഡിപ്ലോമ ഇൻ ഫാഷൻ ടെക്നോളജി കഴിഞ്ഞ ആളുകൾക്കും പറ്റും. കുറേ അധികം ആളുകൾ എക്സാം എഴുതുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങളെ ക്വാളിഫിക്കേഷൻ പ്രൊഫൈലിൽ ആഡ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അതാണ് നമ്മുടെ രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടറ്റ് പാസ്സായിരിക്കണം. ഏത്? കേട്ടറ്റ് കാറ്റഗറി 4 പാസ്സായിട്ടുണ്ടായിരിക്കണം അല്ലെ. കേട്ടറ്റ് കാറ്റഗറി 4 പാസ്സായിട്ടുണ്ടായിരിക്കണം. എന്താണ് കേട്ടറ്റ് കാറ്റഗറി 4? സീയിങ്ങുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള സബ്ജക്റ്റിൽ എടുക്കുന്ന കാറ്റഗറി. ഇപ്പൊ ജസ്റ്റ് കേട്ടറ്റിന്റെ റിസൾട്ട് വന്ന് നിൽക്കുകയാണ് ഒരു എക്സാം. ആ കേട്ടറ്റിന്റെ റിസൾട്ട് വന്നിട്ട് കേട്ടറ്റ് എഴുതി പാസ്സായ ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനോ കഴിഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ആ കേട്ടായ പാസ്സായ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. ഇത്രയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഉള്ളത്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളെ ബാച്ച് അവൈലബിൾ ആണ്. നമ്മൾ ഓൾറെഡി ഒരു ലോങ് ബാച്ച് ഓൾറെഡി റണ്ണിങ് ആണ്. നമ്മളിപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന സ്ഥിതിക്ക് ഇനി എക്സാം കഴിയുന്നത് വരെയുള്ള രീതിയിൽ ഒരു ബാച്ച് പുതുതായിട്ട് നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബാച്ചിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, മെസ്സേജ് അയക്കാം. നമ്മുടെ ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഇതുവരെ ഗ്രൂപ്പിൽ ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. PSC റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിലൂടെയാണ് അറിയിക്കാറുള്ളത്. അതേപോലെ തന്നെ ആപ്പിന്റെ ലിങ്കും നമ്മുടെ ഫസേര ഫാഷൻ എന്നിട്ടുള്ള അറിയുന്ന ആപ്പിന്റെ ലിങ്കും നമ്മളുടെ ഈ ഒരു ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷനിൽ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആപ്പിന്റെ ലിങ്കും നിങ്ങൾ അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ആപ്പിൽ ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇതിൽ ഡെമോ ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റുന്നതാണ്. ഓൾറെഡി ബാച്ചിൽ ജോയിൻ ചെയ്ത ആളുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ ബാച്ചിൽ കുറെ ആളുകൾ ബാച്ചിൽ ജോയിൻ ചെയ്ത ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു നല്ല അവസരമാണ്. ഏകദേശം നിങ്ങൾ ഒരു ഫസ്റ്റ് മൊഡ്യൂളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി ബാക്കിയുള്ളതും നമുക്ക് പഠിക്കാം. കറക്റ്റ് ആയിട്ട് ഒരു ടൈം ടേബിൾ ഒക്കെ വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് മോക്ക് എക്സാംസ് ഒക്കെ ചെയ്തിട്ട് പഠിക്കാവുന്നതാണ്. നെക്സ്റ്റ് നമുക്കൊരു നോട്ടിഫിക്കേഷൻ കൂടി അതിന്റെ കൂടെ അതും കൂടി പറയാം. NCA നോട്ടിഫിക്കേഷൻ ആണ് അല്ലെ. NCA നോട്ടിഫിക്കേഷൻ ആണ്. 2 നോട്ടിഫിക്കേഷൻ ഉണ്ട് NCA 595 2025 ഒരു NCA നോട്ടിഫിക്കേഷനും 596 2025 മറ്റൊരു NCA നോട്ടിഫിക്കേഷനും. 2 NCA നോട്ടിഫിക്കേഷൻ ആണ് നമുക്കുള്ളത്. സിവിൽ ടീച്ചറിന്റെ തന്നെയാണ്. അതായത് നമുക്ക് ഓൾറെഡി നമ്മളെ നിലവിലൊരു ലിസ്റ്റ് ഉണ്ട് അല്ലെ, 335/2020. ഈ ലിസ്റ്റ് ആണ് ഇപ്പൊ എക്സ്പയർ ആകാൻ പോകുന്നത്. 335/2020 എക്സ്പയർ ആവുന്ന ഈ ലിസ്റ്റിൽ നമുക്ക് NCA കിട്ടാത്തത് കൊണ്ട് അല്ലെ, പാലക്കാട് ജില്ലയിൽ ഒരു SCCC എന്നതിൽ ഒരു NCA വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കണ്ണൂർ SIUC നാടാറിലും ഒരു NCA വന്നിട്ടുണ്ട്. ഈ 2 ലിസ്റ്റിലും, അതായത് കണ്ണൂരിലും പാലക്കാടിലും നമുക്ക് NCA നോട്ടിഫിക്കേഷന് ആള് കിട്ടാത്തത് കാരണം കൊണ്ട് ഈ ഒരു കാറ്റഗറിയിലാണ്. അപ്പൊ SCCC ആണെന്നുണ്ടെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ക്രിസ്ത്യാനിറ്റിയോ അല്ലെങ്കിൽ SIUC നാടാറോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് കൂടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ കൂടി നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് മറ്റേ എക്സാമിന്റെ കൂടെ തന്നെ ആയിരിക്കും എക്സാം. പക്ഷേ ഈ ഒരു ലിസ്റ്റിലോട്ടായിരിക്കും എടുക്കുക. നമ്മൾ മറ്റേ ലിസ്റ്റ് വരുന്ന സമയത്ത് 3 വർഷം വാലിഡിറ്റി ഉണ്ടാവും എന്ന് വിചാരിക്കരുത്. ഈ ഒരു ലിസ്റ്റിന്റെ വാലിഡിറ്റി തീരുന്നത് വരെ ആയിരിക്കും അതിന്റെ സമയം എന്ന് പറയുന്നത് കേട്ടോ. ഇത് ജസ്റ്റ് തീരാനായി കാരണം ഈ NCA ലിസ്റ്റ് വന്നാലും അതിൽ ആളെ കിട്ടുകയാണെങ്കിൽ ഉടനെ നിയമനം നടത്തിയിട്ട് എന്ത് ചെയ്യും, അത് കൺക്ലൂഡ് ചെയ്യും. അങ്ങനെയുള്ളത്. പിന്നെ നേരത്തെ വേറെ പറഞ്ഞതിൽ ഒന്നും വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ തന്നെ ഒന്നുമില്ല. എന്റെ റാങ്ക് ലിസ്റ്റിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏജ് ലിമിറ്റ് 18 മുതൽ 43 വരെയാണ് അല്ലെ ഏജ് ലിമിറ്റ് പറയുന്നത്. ബാക്കി ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്, വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഇടയിൽ കമന്റ് ആയിട്ട് ചോദിക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഏറ്റവും നല്ല യൂട്യൂബിൽ കമന്റ് ആയിട്ട് ചോദിക്കുന്നതായിരിക്കും. കാരണം വാട്സപ്പ് നമ്പറിൽ എല്ലാ മെസ്സേജും ചിലപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റണമെന്നില്ല. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾ ഫസേര ഫാഷന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക. നിങ്ങളുടെ ഈ സീയിങ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിൾ എഴുതുന്നവർക്ക് അതൊരു ഉപകാരമാവും. അപ്പോൾ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.